ചെങ്കടലിനെ പൂർണ്ണ നിയന്ത്രണത്തിലാക്കാൻ ഇറാൻ ഹൂത്തികളോട് ആവശ്യപ്പെട്ടു. പ്രോക്സി വിഭാഗങ്ങൾ ഏറെക്കുറെ ഈ വർഷത്തെ ഫെബ്രുവരിയിൽ നടന്ന ആക്രമണത്തിന് ശേഷം സജീവമായിട്ടുണ്ട്. അത് സജീവമാകാനുള്ള പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇപ്പം നടക്കുന്ന യുദ്ധങ്ങളെല്ലാം ഒരു ടെസ്റ്റ് ഡോസ് പോലെ മാത്രമേ കാണാനുള്ളൂ എന്നുള്ളതും, മാരകമായിരിക്കുന്ന ഒരു യുദ്ധം ഇസ്രായേലിനെയും അമേരിക്കയെയും തുരത്താൻ വേണ്ടി ഈ മേഖലയിൽ വരാൻ പോകുന്നുണ്ട് എന്ന നിരീക്ഷണം രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനിടയിൽ തന്നെ പ്രസ്താവനയായിട്ട് തന്നെ പുറത്തുവിട്ടതാണ്. അവരുടെ ചില ചാനൽ അഭിമുഖത്തിലൊക്കെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അവർ പറയുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിലൂടെയൊന്നും അല്ല യുദ്ധം യാത്ര ചെയ്യുന്നത് എന്നുള്ളത് ഏറെക്കുറെ ലോകത്തിന് ബോധ്യമായത് ഈ അടുത്ത കാലത്താണ്. ഇപ്പോൾ ഇറാൻ്റെ പ്രോക്സി വിഭാഗം എന്ന് പറയുന്ന നിസ്സാരമായിരിക്കുന്ന വിഭാഗമൊന്നുമല്ല. ഒരു പരിധി വരെ ഹമാസ് എന്ന് പറയുന്ന വിഭാഗത്തിന് സൈനിക സായുധ സംവിധാന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തത് ഇറാനാണ്. പ്രാക്ടിക്കൽ പോലും നൽകിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ ഹമാസിൻ്റെ ആളുകൾ ഇറാനിൽ പോയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഇറാൻ്റെ പ്രതിനിധികൾ ഇവിടെ ഗസയിൽ വന്നിട്ടായിരിക്കാം. ഗസയുടെയൊക്കെ അധികാര കാര്യങ്ങളൊക്കെ ഹമാസിൻ്റെ കൈവശത്തിലുള്ള സമയത്ത് അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട് എന്ന കാര്യം സംശയിക്കപ്പെടുന്നുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. ഇപ്പോൾ ചെങ്കടലിൻ്റെ വിഷയം എന്ന് പറയുന്നത് ഏറെക്കുറെ 2 കടലിടുക്കാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഒന്ന് ഇറാനിലെ ഹോർമുസാണ്, രണ്ടാമത്തത് ചെങ്കടലാണ്. ഈ രണ്ടിൻ്റെയും നിയന്ത്രണം ഷിയ വിഭാഗത്തിൻ്റെ കയ്യിലാണ്. അറേബ്യൻ രാജ്യങ്ങളുടെ കൈവശത്തിൽ അല്ല എന്ന് ചുരുക്കം. നിയന്ത്രണം എന്ന് പറയുന്ന സമയത്ത് ഇതിനെ ഏതെങ്കിലും തരത്തിൽ ഷിയ വിഭാഗത്തിന് അല്ലെങ്കിൽ ഈ മുസ്ലിം സംവിധാനത്തിന് വിരുദ്ധമായിരിക്കുന്ന പ്രവർത്തനമോ അവരെ സാമ്പത്തികപരമായ രീതിയിലോ അല്ലാതെയോ പ്രയാസമാക്കുന്ന സ്ഥിതിയോ അമേരിക്കയോ ഇസ്രായേലോ വേറെ എന്തെങ്കിലും രാജ്യങ്ങളോ കൊണ്ടുവന്നാൽ സായുധപരമായ രീതിയിൽ നേരിടുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇത്രയും ദിവസം അത് നമ്മളത് കണ്ടതുമാണ്. ഹോർമൂസുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ വലിയ സാമ്പത്തിക പ്രശ്നം ലോകത്തുള്ള എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും അത് അനുഭവിക്കുന്നു. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കാത്ത ഒരു രാജ്യം ലോകത്തില്ല എന്നുള്ളതാണ്. വർദ്ധിക്കാത്ത രാജ്യം ഉണ്ടെങ്കിൽ അത് ഇറാൻ മാത്രമാണ്. അമേരിക്കയിൽ പോലും 32% വർധന ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പെട്രോളിയം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് അമേരിക്ക, വിൽപ്പന നടത്തുന്ന രാജ്യങ്ങളിലൊന്നാണ് അമേരിക്ക. എന്നിട്ട് പോലും അവർക്ക് അതിൻ്റെ അന്താരാഷ്ട്ര വിപണിയിലുള്ള അതിൻ്റെ പ്രൈസ് നിയന്ത്രിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. അതിൻ്റെ ഒരു നിരാശ പല ഘട്ടങ്ങളായിട്ട് ട്രംപ് അത് പറയുകയും ചെയ്തിട്ട്, സാമ്പത്തികപരമായ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയ യുദ്ധം സാമ്പത്തികമായിരിക്കുന്ന ഭീമമായിരിക്കുന്ന നഷ്ടത്തിലേക്ക് എത്തുകയും അതോടൊപ്പം തന്നെ അത് മുഴുവനും പേറേണ്ട ഒരു സ്ഥിതി അമേരിക്കൻ ജനതയ്ക്ക് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്ന് ഇപ്പം തന്നെ ഏറെക്കുറെ കൃത്യമാണ്. അപ്പോൾ ഹോർമുസിൻ്റെ നിയന്ത്രണം എന്ന് പറയുന്ന സമയത്ത് ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയ 100 മുതൽ 120 കപ്പലുകളെങ്കിലും, അത് പെട്രോളിയം കപ്പലുകൾ ഈ കടലിടുക്ക് കടന്നുകൊണ്ട് വ്യത്യസ്തമായിരിക്കുന്ന ലോകരാജ്യങ്ങൾ, അത് യൂറോപ്പിലേക്കാണെങ്കിലും ഏഷ്യയിലേക്കാണെങ്കിലും അമേരിക്കൻ ഐക്യനാടിലേക്കാണെങ്കിലും പോയിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ 10-ൽ താഴെ കപ്പലുകളാണ് പോകുന്നത്. പോകുന്ന കപ്പൽ തന്നെ ഇറാൻ്റെ അനുവാദത്തോടു കൂടി മാത്രമേ പോകൂ, അല്ലാത്തതിനെ അവർ ആക്രമിക്കുകയും ചെയ്യും. ഈ തരത്തിൽ ഈ അവസ്ഥകൾ വന്നതോട് കൂടിയിട്ട് സാമ്പത്തികപരമായ രീതിയിൽ വലിയ ഇടിവുണ്ടാവുകയും പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വലിയ വർധന ഉണ്ടാവുകയും ചെയ്തു. അത് മറ്റെല്ലാ വിപണിയെയും മറ്റെല്ലാ വസ്തുക്കളെയും സാരമായിട്ട് അത് ബാധിച്ചിട്ടുണ്ട് എന്ന് കൃത്യമാണ്. ഇനി നമ്മൾ ചെങ്കടലിലേക്ക് നോക്കുന്ന സമയത്ത് സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങളുടെ പെട്രോളിയം ചെങ്കടൽ വഴി ഹോർമുസ് കടൽ കടന്നുകൊണ്ടും എത്താറുണ്ട്. ആ മേഖല അടച്ചു എന്ന് മാത്രമല്ല, സൗദിയുടെ കപ്പലിന് അവർ ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തു. അമേരിക്കക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിയാണ് ചെങ്കടലിൽ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിലുള്ളത്. അതുകൊണ്ട് അവരെന്ത് ചെയ്തിട്ടുണ്ട്, 4ഓളം കപ്പലുകൾ ഒരേ സമയത്ത് തന്നെ സൗദി അറേബ്യയുടെ തിരിച്ച് മടങ്ങി വരികയോ അതല്ലെങ്കിൽ തിരിച്ചു വിടുകയോ ചെയ്തിട്ടുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു. അപ്പോൾ ഈ മേഖലയും അടയപ്പെടുന്നു, ഹോർമുസ് മേഖല വേറെ അടയപ്പെടുന്നു. ഈ രീതിയിൽ വരുന്ന സമയത്ത് ഈ യുദ്ധത്തിൽ വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി ഇറാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഹൂത്തികളോട് പറഞ്ഞിരിക്കുന്ന കാര്യം, ചെങ്കടലിൽ വലിയ നിയന്ത്രണം ഏർപ്പെടുത്തണം, നമ്മുടെ അനുവാദമില്ലാത്ത ഒരു കപ്പലും കടക്കാൻ വേണ്ടി പാടില്ല, അത് അങ്ങനെ കടന്നു കഴിഞ്ഞാൽ ആക്രമിക്കാൻ പാകത്തിലുള്ള സംവിധാനം ഒരുക്കണം എന്നുള്ളതാണ്. ഈ ഹൂത്തികളുമായി ബന്ധപ്പെട്ട് അമേരിക്ക ഒരുപാട് മാസങ്ങളോളം യുദ്ധം ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ പിന്നീട് വെടിനിർത്തലുമായി ബന്ധപ്പെട്ടാണ് ആ യുദ്ധം അവസാനിച്ചത്. അതല്ലാത്ത രീതിയിൽ അമേരിക്കയ്ക്ക് ആധിപത്യം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചില്ല. വലിയ നാശങ്ങളും നഷ്ടങ്ങളും അമേരിക്കയ്ക്ക് അനുകൂലിച്ച ബ്രിട്ടനും ഉണ്ടായിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ പറയുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ചെങ്കോളിന് ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുന്ന സമയത്ത് ഹോർമുസിൽ ഇറാനും നിയന്ത്രണം ഏർപ്പെടുത്തുമ്പോൾ ലോകത്തിൻ്റെ നിയന്ത്രണം ഇറാനിലേക്ക് ഒത്തുചേരുന്ന ഒരു സ്ഥിതിയാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അന്താരാഷ്ട്ര പാതയാണ്, തുറന്നു വിടണം, തങ്ങൾ അതിന് യുദ്ധം ചെയ്യും അല്ലെങ്കിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയാമെന്നല്ലാതെ ഒരു കൃത്യമായിരിക്കുന്ന രീതിയിലുള്ള ഒരു സ്വതന്ത്ര പാതയാക്കാൻ വേണ്ടിയിട്ട് അമേരിക്കക്ക് സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഇപ്പോഴും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു 3 യുദ്ധക്കപ്പലോളം ഈ മേഖലയിൽ ഈ ഹോർമുസുമായിട്ട് ബന്ധപ്പെട്ട് എത്തിയിട്ടുണ്ടെങ്കിലും 2 കപ്പൽ ഏറെക്കുറെ തകർന്നിരിക്കുന്ന രീതിയിലാണ്. ആ രീതിയിലാണ് ഇറാൻ ഈ കപ്പലുകളെ, യുദ്ധക്കപ്പലുകളെ ആക്രമിച്ചു മാത്രമല്ല വലിയ നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം മേഖലയിൽ പിടിച്ചു നിന്നുകൊണ്ട് ഇവിടെ ഹോർമുസ് തങ്ങളുടെ നിയന്ത്രണത്തിലേക്ക് വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു, അന്താരാഷ്ട്ര പാതയാണ്, തങ്ങളാണ് അതിന് നിയന്ത്രിക്കുക എന്നൊക്കെ പറയുക എന്നുള്ളതൊക്കെ അവരുടെ താല്പര്യങ്ങളും ആഗ്രഹങ്ങളുമായിരുന്നു, സ്വപ്നവുമായിരുന്നു. ഒന്നും നടന്നിട്ടില്ല എന്ന് മാത്രമല്ല ഈ മേഖലയിൽ കനത്ത രീതിയിൽ തിരിച്ചടി ഉണ്ടാകുന്നു. അതിനപ്പുറം അമേരിക്ക ഒറ്റപ്പെട്ടു, ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അമേരിക്കയാണ് നമുക്ക് ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് കാണാൻ സാധിച്ചത്. ഒരു തരത്തിലും ഒരു രാജ്യവും അമേരിക്കയുമായിട്ട് സഹകരിക്കാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്തിനെ വെറുതെ എന്തിനാണ് ശത്രു രാജ്യമാക്കുന്നത്? അങ്ങനെ ശത്രുവായ രാജ്യമായി കഴിഞ്ഞാൽ പിന്നീട് അവർ തിരിച്ച് ആക്രമണം നടത്തിയാൽ അതിൻ്റേതായിരിക്കുന്ന പ്രതിഫലനം ഉണ്ടാവും. വലിയ വിഷയങ്ങളും വലിയ പ്രതിസന്ധിയുണ്ട്. 1ഉം 2ഉം ലോക യുദ്ധത്തിൽ പങ്കെടുത്ത രാജ്യങ്ങൾ പോലും യഥാർത്ഥത്തിൽ മാറി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഇറാനിൽ ഇപ്പോഴും കൃത്യമായ രീതിയിൽ പുറത്ത് വരാത്ത ഒരുപാട് ആയുധങ്ങളുണ്ട് എന്ന് തന്നെയാണ് ലോകം വിലയിരുത്തുന്നത്. അത് അവർ പറയാതെ പല ഘട്ടങ്ങളിൽ അത് പറയുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളും അവസ്ഥകളുമല്ല ഇറാനിലുള്ളത്. നമ്മൾ കാണാത്ത തരത്തിലുള്ള ആയുധങ്ങളും സംവിധാനങ്ങളും അവരുടെ അടുത്ത് ഉണ്ട് എന്ന് മാത്രമല്ല അവരുടെ സൈനികരുടെ ബലവും ശക്തിയും വളരെ വളരെ വലുതാണ് എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ഇസ്രായേൽ പുറത്തിരിക്കുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് ഇറാൻ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നുണ്ട്, ചൈനയും റഷ്യയും അതിന് സഹായിക്കുന്നുണ്ട്. അവർ വിസ്താരമാക്കപ്പെട്ട വലിയൊരു ഭൂപ്രദേശമാണ് ഇറാൻ എന്ന് പറയുന്നത്. മേഖലയിലെ ഏറ്റവും വലിയ രാജ്യങ്ങളിലൊന്നാണ് ഇറാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് അവർ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി സാറ്റലൈറ്റ് ചിത്രങ്ങൾക്ക് പോലും പല സമയത്തും സാധിക്കാറില്ല എന്നുകൂടിയാണ് ഈ വിഷയത്തോടനുബന്ധിച്ച് അവർ റിപ്പോർട്ടായിട്ട് പുറത്തുവിട്ടിരിക്കുന്നത് എന്ന് ചുരുക്കം.